ബാർകോഴ ആരോപണത്തിന് പിന്നാലെ ഇളവുകൾ പുനരാലോചനയ്ക്ക് സർക്കാർ. മദ്യനയത്തിൽ ഇളവുകൾക്ക് സർക്കാർ തയ്യാറായേക്കില്ല. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല നിർദ്ദേശവും പരിഗണിക്കാനിടയില്ല. പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പുനരാലോചന നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഇന്നലെ പുറത്തു വന്ന ബാർ അസോസിയേഷൻ നേതാവിന്റെ ഒരു ഓഡിയോ സന്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ ഈ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പുനരാലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഒരു വീണ് കിട്ടിയ ആയുധം എന്ന നിലയിൽ പ്രതിഷേധം സമരം ശക്തമാക്കുകയാണല്ലോ. ഇന്ന് യുവജന സംഘടനകളുടെ പ്രതിഷേധം ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് UDF യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? രഞ്ജിത്തെ, ബാർ ഉടമകളുടെ നാളുകളായിട്ടുള്ള ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളതും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടണമെന്നുള്ളതും. ഇക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിഷയങ്ങളിൽ തിരക്കിട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഇളവുകൾക്ക് പണം നൽകണം, കോഴ നൽകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബാർ ഉടമയും അസോസിയേഷൻ നേതാവുമായിട്ടുള്ള ആളിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ആ ശബ്ദ സന്ദേശം ഉയർത്തിയാണ് പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇളവുകൾ പ്രഖ്യാപിച്ചാൽ അത് കോഴ വാങ്ങിയെന്നതിന് തെളിവാകും, കോഴ ആരോപണത്തിന് അടിവരയേണ്ടതാകുമെന്നൊരു വിലയിരുത്തൽ സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പാർട്ടി സെക്രട്ടറിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ആവർത്തിച്ചു പറഞ്ഞത് മദ്യനയത്തിൽ തിരുത്തലുകൾ വരുത്താൻ പ്രാരംഭ ചർച്ചകൾ പോലും സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി വാർത്ത നൽകുന്നു. ആ വാർത്തയുടെ പിന്തുടർന്നാണ് ആളുകൾ പണം പിരിവ് തുടങ്ങിയത് എന്നുള്ള നിലയിലായിരുന്നു ഇന്നലെ മന്ത്രിയുടെയും അതുപോലെ പാർട്ടി സെക്രട്ടറിയുടെയും വിശദീകരണം. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇളവുകൾ അനുവദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ ആരോപണങ്ങൾ കടുപ്പിക്കുന്നതിനും പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നതിനും സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ ആയുധമാക്കുന്നതിനും കാരണമാകുമെന്നൊരു പൊതുവിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഇളവുകളിൽ പുനരാലോചന ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല ശുപാർശ, സെക്രട്ടറി തല യോഗത്തിന്റെ ശുപാർശ അത് മന്ത്രിതല സമിതിയും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ പരിഗണിക്കാനിരിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥതല ശുപാർശയും ഒരുപക്ഷെ പരിഗണിച്ചേക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം, പലരും സർക്കാരിന്റെ മദ്യനയത്തെ ചോദ്യം ചെയ്ത് രംഗത്തേക്ക് വരുന്ന ഒരു പശ്ചാത്തലം. ഈ സാഹചര്യത്തിൽ ഈ ആലോചിച്ചിരുന്ന ഇളവുകളിൽ ഒരുപക്ഷെ ഒരു പുനരാലോചന സർക്കാർ നടത്തും, ഒരു പിന്മാറ്റം ഉണ്ടായേക്കും എന്നുള്ള സൂചന തന്നെയാണ് നിലവിൽ വരുന്നത്. പ്രതിപക്ഷവും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നുണ്ട്. ഇന്ന് UDF ഏകോപന സമിതി യോഗം ചേർന്ന സമരപരിപാടികളും തുടർ നിലപാടുകളും ചർച്ച ചെയ്യും. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവു സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രിയുടെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള പ്രതിഷേധവും ഇനി സംസ്ഥാനത്ത് ശക്തമാവുകയും ചെയ്യും. പക്ഷേ അതിനെ ഈ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും അതിന്റെ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. വീണു കിട്ടിയ ആയുധം അത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KM മാണിക്കെതിരെ ഇടതുപക്ഷം ആയുധമാക്കിയ തീർച്ചയായും പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്യനയത്തിൽ സർക്കാർ പിന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.